എലികൾ തെനാലിരാമന്റെ വീട്ടിൽ ഒരു യുദ്ധം തന്നെ നടത്തി. ഒരു ദിവസം എലികൾ തെനാലിരാമന്റെ പത്നിയുടെ ഭംഗിയുള്ള തുണികൾ എല്ലാം കടിച്ചു നശിപ്പിച്ചു. ഇവിടെ നോക്കൂ, എന്റെ മറ്റൊരു സാരിയും നശിച്ചുപോയി. ഈ സാരി മഹാറാണി എനിക്ക് സമ്മാനമായി തന്നതാണെന്ന് അറിയാമല്ലോ. ഇത് നല്ല വിലപിടിപ്പുള്ള സാരിയായിരുന്നു. നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ കഴിയും? എലി ഇതെല്ലാം നശിപ്പിച്ചില്ലേ, ഇത് ഇനി നിനക്ക് ധരിക്കാൻ പറ്റുമോ? അതെ, എനിക്കിനി ഇത് ഇടാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾ ഈ എലികളെ ഇന്ന് എങ്ങനെയെങ്കിലും കൊന്നേ പറ്റൂ. ഞാനോ? അതെ. ശാരദ തെനാലിരാമന്റെ കയ്യിൽ ഒരു കമ്പ് കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എല്ലാ എലികളെയും ഇപ്പൊ തന്നെ കൊന്നേക്കണം, പറഞ്ഞേക്കാം. പാവം തെനാലിരാമന് ഇപ്പോൾ ഒരു വഴിയുമില്ലായിരുന്നു. അദ്ദേഹം എലികളെ കൊല്ലാൻ ആവുന്നത് ശ്രമിച്ചു. നിന്നെ ഇന്ന് ഞാൻ വെറുതെ വിടില്ല. 1, 2, 3. എന്നാൽ ആ എലി തെനാലിരാമന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടോടി. ഇത്രയ്ക്ക് ചിരിക്കാൻ ഇവിടെ എന്താ? പിന്നെ ചിരിക്കാതെ, ഇത്രയും ബുദ്ധിശാലിയായ നിങ്ങൾക്ക് പോലും എലികളെ കൊല്ലാൻ പറ്റുന്നില്ല. ഇനി ആ ദൈവത്തിന് മാത്രമേ എലികളിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ പറ്റൂ. ഭാര്യയിൽ നിന്നും പരിഹാസമേറ്റതും ഈ എലികളെ എങ്ങനെയെങ്കിലും തുരത്തണമെന്ന് തെനാലിരാമൻ അപ്പോൾ കഠിനമായി ചിന്തിച്ചു. ഈ എലിക്ക് പൂച്ചയായിരിക്കും ശത്രു. തെനാലിരാമന് അതിനുള്ള ഉത്തരവും കിട്ടി. അദ്ദേഹം ഒരു പൂച്ചയെയും വാങ്ങി വീട്ടിലേക്ക് വന്നു. ഇനി ഒരു എലി പോലും ഈ വീട്ടിൽ കാണില്ല. അത് കൊള്ളാം. നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി കുറച്ചെങ്കിലും ഉപയോഗിച്ചല്ലോ. തെനാലിരാമന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. പെട്ടെന്ന് തന്നെ എലികളുടെ പ്രശ്നം തീരുമെന്ന് അദ്ദേഹം അപ്പോൾ ഒരുപാട് സന്തോഷിച്ചു. അങ്ങനെ തെനാലിരാമൻ ചിന്തിച്ചതുപോലെ ആ പൂച്ച ഒരു എലിയെ പോലും വിട്ടുവെക്കാതെ എല്ലാത്തിനെയും തിന്നു. ഒരു ദിവസം തെനാലിരാമൻ അദ്ദേഹത്തിന്റെ പൂച്ചയെ ലാളിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾക്ക് ഈ പൂച്ചയോട് വളരെ സ്നേഹമുണ്ടല്ലോ. അതെ, പിന്നെന്താ, നമ്മുടെ എല്ലാ പ്രശ്നവും ഈ പൂച്ച തീർക്കാൻ പോകുക. അതൊക്കെ സത്യമാ. എന്നാൽ ഇതിപ്പോ എന്തിന്റെ ഇറച്ചി കഴിക്കും? ഇപ്പോഴാണെങ്കിൽ ഇവിടെ ഒരേലിയുമില്ലല്ലോ. ഇപ്പോൾ ഇത് അടുത്തുള്ള വീട്ടിലെ എലികളെല്ലാം തിന്നും. പകലിൽ ഇതിനെ വെളിയിലേക്ക് വിട്ടേക്ക്. അതിനാവശ്യമുള്ള ഭക്ഷണം അത് തന്നെ കഴിച്ചോളും. ശരി. തെനാലിരാമൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യ അവരുടെ പൂച്ചയെ വീടിന്റെ വെളിയിലേക്ക് വിട്ടു. ഒരിക്കൽ എന്ത് സംഭവിച്ചെന്നാൽ തെനാലിരാമന്റെ അയൽവാസികളായ കിരൺ രാജുവും പിന്നെ അയാളുടെ ഭാര്യ കാദംബരിയും ദേഷ്യത്തോടെ തെനാലിരാമന്റെ അടുത്തേക്ക് വന്നു. നിങ്ങളുടെ പൂച്ച ഞങ്ങളുടെ വീട്ടിലെ കിളിയെ തിന്നു. എന്റെ കിളി മിട്ടു ഞാൻ എത്ര സ്നേഹിച്ചു വളർത്തിയതാണെന്നറിയാമോ? അതിനെ നിന്റെ പൂച്ച തിന്നു. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യൂ? അയ്യോ അയ്യോ, ആ പൂച്ചയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. ഞാൻ ഈ പൂച്ചയെ എലിയുടെ ശല്യം കൊണ്ടാ വളർത്തി വന്നത്. എന്നാൽ നിങ്ങളുടെ വീട്ടിലെ കിളിയെ തിന്നുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു വട്ടം ഇതിനോട് ക്ഷമിക്കൂ. ഇനി ഞാൻ ഇതിനെ വീടിന്റെ വെളിയിലേക്ക് വിടുകയേയില്ല. ഇത് വലിയ അന്യായമാണ്. ഞങ്ങളുടെ വീട്ടിലെ കിളിയെ നിങ്ങളുടെ പൂച്ച തിന്നു. ന്യായം നോക്കിയാൽ ഈ പൂച്ചയും ചാകേണ്ടതാണ്. വേണ്ട വേണ്ട, ഈ വായില്ല പ്രാണിക്ക് ഇത്രയും വലിയ ശിക്ഷ കൊടുക്കരുത്. ഇത് എന്റെ മിട്ടുവിനെ തിന്നു. ഈ പൂച്ച ഉറപ്പായും ചാകണം. ഒരുപാട് സമയം ഇങ്ങനെ വാക്കുവാദങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. അയ്യോ, നിങ്ങൾ ഞങ്ങളുടെ പൂച്ചയെ കൊന്നാൽ വീണ്ടും എലികളെല്ലാം വീട്ടിലേക്ക് വരും. ആ എലിയെ കൊല്ലാൻ എന്തിനാ പൂച്ചയൊക്കെ? തന്റെ കൈ കൊണ്ട് തന്നെ അതിനെ തല്ലിക്കൊന്നുകൂടെ? ന്യായമനുസരിച്ച് നീ ചെയ്യുന്നോ അതോ ഞാൻ മഹാരാജാവിന്റെ അടുത്ത് പോകണോ? ശരി, ഈ പൂച്ചയ്ക്ക് നിങ്ങൾ ശിക്ഷ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുത്തോളൂ. എന്നാൽ വാക്കായിരിക്കണം. കിരൺ രാജുവും അയാളുടെ ഭാര്യയും തെനാലിരാമന്റെ പൂച്ചയെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. ശാരദയും തെനാലിരാമനും ഒരുപാട് വിഷമിച്ചു. എന്നാൽ അതല്ലേ ന്യായം. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കാദംബരിയുടെയും കിരൺ രാജുവിന്റെ വീടിന്റെ വെളിയിൽ ഒരു മനോഹരമായ പെട്ടി കാണപ്പെട്ടു. നമുക്ക് സമ്മാനം തന്നതാണെന്ന് തോന്നുന്നു. കൊള്ളാലോ, നിക്ക്, ഞാൻ തുറക്കാം. വേണ്ട വേണ്ട, ഇവിടെ വെച്ച് വേണ്ട, വീട്ടിലേക്ക് കൊണ്ടുവരൂ. ഇതിൽ ഉറപ്പായും വിലപിടിപ്പുള്ള എന്തോ ഉണ്ട്. നീ പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ ഈ പെട്ടി നിങ്ങൾ തുറക്കൂ. അയ്യോ അയ്യോ, ഇതിൽ മുഴുവനും എലികളാ. അയ്യോ, ഈ എലികളെ ഓടിച്ചു വിടൂ വേഗം.
കിരൺ രാജുവും അയാളുടെ ഭാര്യയും എലികളെ കമ്പ് കൊണ്ട് അടിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവർ ഒരു എലിയെ അടിക്കാൻ പോയപ്പോൾ മറ്റൊരു എലി അവരുടെ ശരീരത്തിൽ കയറി. വേഗം ഇതിനെ തല്ലിക്കൊല്ലൂ, തല്ലിക്കൊല്ലൂ. കിരൺ രാജു ഒരു എലിയെ അടിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആ എലി രക്ഷപ്പെട്ടു ഓടി. അപ്പോഴാണ് കിരൺ രാജുവിന്റെ വളരെ വിലപിടിപ്പുള്ള ഒരു കലം താഴെ വീണ് പൊട്ടിപ്പോയത്. അയ്യോ, ആ കലത്തിന് എന്ത് വിലയുള്ളതാണെന്ന് അറിയാമല്ലോ, ശ്രദ്ധിച്ചടിക്കൂ. ഈ എലികളെ പിടികൂടുന്ന പണി ഒരുപാട് നേരം നടന്നു. കാദംബരിയും കിരൺ രാജുവും എലികളെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടി. അവരുടെ വിലപിടിപ്പുള്ള എല്ലാം തകർന്നു. കാദംബരിയുടെ ഭംഗിയുള്ള സാരികളും ആ എലികൾ കടിച്ചു കീറി. ദൈവമേ, ഇവിടെ എന്താ നടക്കുന്നേ? ഈ പെട്ടി ഞങ്ങൾക്ക് സമ്മാനമായി തന്ന ആ ദ്രോഹി ആരാണ്? അപ്പോഴാണ് കിരൺ രാജുവിന്റെ നോട്ടം ആ പെട്ടിക്ക് നേരെ തിരിഞ്ഞത്. അതിലെന്തോ എഴുതിയിട്ടുണ്ട്. കാദംബരിയും കിരൺ രാജുവും അപ്പോൾ ആ പെട്ടിയുടെ അടുത്തേക്ക് പോയി. നിങ്ങൾ പറഞ്ഞത് എന്റെ കൈ കൊണ്ട് എലികളെ കൊല്ലാനാണ്. അതിനെ എങ്ങനെ കൊല്ലുമെന്ന് നിങ്ങൾ കാണിക്കുമെന്ന് വിചാരിച്ചാണ് കുറച്ച് എലികളെ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. ദയവ് ചെയ്ത് അതെങ്ങനെയാണെന്ന് എനിക്കും കാണിച്ചു തരൂ എന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട തെനാലി രാമൻ. ഇത് വായിച്ചതും കാദംബരിയും കിരൺ രാജുവും അവരുടെ തലയിൽ കൈവച്ചു. നിങ്ങളോട് ആരാ തെനാലിരാമനോട് വഴക്കുണ്ടാക്കാൻ പറഞ്ഞത്? അയ്യോ, നീയല്ലേ പറഞ്ഞത്? ഇനി ഒരു വാക്ക് നിങ്ങൾ മിണ്ടരുത്. നമ്മളുടെ വീടിന്റെ അവസ്ഥ തെനാലിരാമൻ എങ്ങനെ ആക്കിയെന്ന് നിങ്ങൾ കണ്ടില്ലേ? കാദംബരി കിരൺ രാജുവിനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. മറുവശത്ത് തെനാലിരാമൻ തന്റെ അയൽവാസികളുടെ അവസ്ഥയോർത്ത് നന്നായി ചിരിച്ചുകൊണ്ടു നിന്നു.